ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പോറ്റിയെ കെറ്റിയെ പാട്ട് പാടിയിരിക്കുകയാണ്. നിങ്ങൾ ആദ്യം ഡീൽ ആരോപണം ഉയർത്തുന്നു, CJP എന്ന ആരോപണം ഉയർത്തുന്നു, പിന്നീട് SDP ആരോപണം വരുന്നു. ഇപ്പോഴിതാ സ്വർണ്ണക്കൊള്ളയിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ CPM തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. വികസനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംവാദ ക്ഷണം സ്വീകരിക്കലുമൊക്കെ നമ്മൾ ഫേസ്ബുക്കിൽ കണ്ടല്ലോ. അത്തരം വിഷയങ്ങൾ നിങ്ങൾക്ക് ഉന്നയിക്കാനില്ലേ? സർക്കാരുമായി ബന്ധപ്പെട്ട്, സർക്കാരിന്റെ പോരായ്മകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? നിങ്ങൾ എന്തിനാണ് സ്വർണ്ണക്കൊള്ളയിലേക്ക് തിരിയുന്നത്? സ്മൃതി, ഈ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസും UDFും മുന്നോട്ട് വയ്ക്കുന്ന മുഴുവൻ രാഷ്ട്രീയ വിഷയങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള. ശബരിമലയിൽ സ്വർണം കട്ട കേസിൽ ജയിലിൽ കിടന്ന ജില്ലാ കമ്മിറ്റി മെമ്പർ മുൻ MLA സഖാവ് പത്മകുമാറും അതുപോലെ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റുമായിരുന്ന സഖാവ് വാസുവും അടക്കമുള്ള സഖാക്കന്മാർ ജയിലിൽ കിടക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ഈ കാര്യം ചോദിച്ചപ്പോൾ മാറ്റി നിർത്തിയെന്നാണ് പറയാം. മുൻപൊക്കെ നമ്മൾ പലതരത്തിലുള്ള സംഘടനാ നടപടികളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. മാറ്റി നിർത്തുക എന്നുള്ള സംഘടനാ നടപടി ആദ്യമായിട്ടാണ് CPM നേതാവ് പ്രഖ്യാപിക്കുന്നത്. എന്തുമായിക്കോട്ടെ, ശബരിമല ശാസ്താവിൻ്റെ സ്വർണ്ണപ്പാളികൾ, ദ്വാരപാലക ശില്പങ്ങൾ, കട്ടിളപ്പടി, മേൽക്കൂര ഉൾപ്പെടെയുള്ള കിട്ടാവുന്നതൊക്കെ കട്ട് കടത്തിയത് സഖാക്കന്മാരാണെന്നുള്ള വസ്തുതയാണ്. കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ സകലമാന രീതിയിലും കൊള്ളയടിച്ച് അവരുടെ പോക്കറ്റ് കാലിയായപ്പോൾ ശബരിമല ശാസ്താവിൻ്റെ വരെ സ്വർണം കക്കുന്ന രീതിയിലേക്ക് അധപതിച്ച സഖാക്കന്മാരെ സംരക്ഷിക്കുന്നത് പിണറായി വിജയൻ സർക്കാരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ മുദ്രാവാക്യം. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്, അതിനുശേഷവും പറയുന്നുണ്ട്, ഈ തെരഞ്ഞെടുപ്പിലും പറയുന്നുണ്ട്. ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് കൊടുക്കുന്ന വിശ്വാസത്തിൻ്റെ വഞ്ചനയാണ് ഇക്കാര്യത്തിൽ നടന്നിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കും, വികസനത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഏത് വികസനത്തെക്കുറിച്ചും ഡിബേറ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 4000 വീടുകൾ മാത്രമേ പണിതിട്ടുള്ളൂ. പക്ഷെ വസ്തുതകൾ, നിയമസഭാ രേഖകൾ എല്ലാം പുറത്തു വരുമ്പോൾ 4,58,976 വീടുകൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ 5 വർഷക്കാലം കൊണ്ട് പൂർത്തിയാക്കിയെന്നും 10 വർഷമെടുത്ത് പിണറായി വിജയൻ സർക്കാരിന് അത്രയും വീടുകളെ പണിയാൻ പറ്റിയുള്ളൂ എന്നുള്ള സത്യം പുറത്തു വന്നപ്പോൾ വികസന ചർച്ച വിട്ടു അവർ. അതിനുശേഷം പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് സംവാദത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി ഓടി ഒളിക്കുന്ന സാഹചര്യം ഇപ്പോൾ മുഖ്യമന്ത്രി സമ്മതിച്ചു. ഞാൻ ഒരു കാര്യം അർദ്ധശങ്കയ്ക്കിടയില്ലാതെ പറയാം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ സ്ട്രാറ്റജി തീരുമാനിച്ചത്, നാളിതുവരെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പരിപാടികൾ മുന്നോട്ട് പോകുന്നത് UDF തീരുമാനിക്കുന്ന രീതിയിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർജവമുണ്ടെങ്കിൽ പണ്ട് ബ്രണ്ണൻകോളേൻ്റെ വരാന്തയിലെ ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയിലും മറ്റേ തോക്കിൻ്റെ മുമ്പിലൂടെയും പ്രത്യേക ആക്ഷൻ കാണിച്ചായിരുന്നു തള്ളി നടത്തുന്ന പിണറായി വിജയൻ. ആ തള്ളു നിർത്തിയിട്ട് ധൈര്യമുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ മുൻപിൽ വന്ന് VD സതീശനോടൊപ്പം പരസ്യ സംവാദത്തിന്, കേരളത്തിലെ മുഴുവൻ മുഖ്യധാരാ മാധ്യമങ്ങളുടെ മുൻപിൽ പരസ്യമായി ലൈവ് സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം തയ്യാറുണ്ടെന്ന് സമ്മതിച്ചല്ലോ. ഇനി ആ സംവാദം നടന്നാൽ മതി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ടിന് മുമ്പ് ജിൻഡോ, ഈ സ്വർണ്ണക്കൊള്ളയിലേക്ക് തന്നെ വരികയാണെങ്കിൽ, സ്വർണ്ണക്കൊള്ളയിൽ നിങ്ങൾ കൊടിമര കൊള്ള നടന്നു എന്നുള്ള തിരിച്ചുള്ള ആരോപണം ഉയർന്ന ഘട്ടത്തിൽ നിങ്ങൾ ഈ പാട്ട് കുറച്ചു കാലത്തേക്ക് നിർത്തിവെച്ചിരുന്നു. പിന്നീട് അതിലിപ്പോൾ ക്ലീൻ ചിറ്റ് കിട്ടിയിരിക്കുന്നു, കോടതിയിൽ നിന്ന് ക്ലീൻ ചിറ്റ് ലഭിച്ചിരിക്കുന്നു, വിജിലൻസിന്റെ റിപ്പോർട്ടും നിങ്ങൾക്ക് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ഇനി അത് കൂടുതൽ ആത്മവിശ്വാസത്തോടെ പാടാം എന്നതാണോ? പക്ഷേ രാഹുൽ ഗാന്ധി ആ പാട്ട് പാടുമ്പോൾ വീണ്ടും അതാ സോണിയാഗാന്ധിക്കൊപ്പമുള്ള പോറ്റിയുടെ ചിത്രം എടുത്തുകൊണ്ട് മറുവാദം ഉയർത്തുന്നുണ്ട് CPM. അതിനും നിങ്ങൾക്ക് ഈ ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അതാണ് നിങ്ങളുടെ വിഷയമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലുടനീളം ആ ചിത്രവും നിങ്ങൾക്ക് വിശദീകരിക്കേണ്ടി വരും. സ്മൃതി, ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്നറിയോ? ഇത് ഞങ്ങൾ UDFുകാർ മാത്രമല്ല, വിശ്വാസികളും അവിശ്വാസികളുമായിട്ടുള്ള സകല മനുഷ്യരും കേരളത്തിൽ കുറേ കാലങ്ങളായി പാടുന്നതാണ് പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ട്. അതിന് കാരണം എന്താ? സഖാക്കന്മാരുടെ വീട്ടിലുള്ള കുട്ടികൾ പോലും യാദൃശികമായിട്ട് ആ പാട്ട് പാടുന്ന രീതിയിൽ അത്രത്തോളം ജനകീയവൽക്കരിക്കപ്പെട്ട ഒരു പാരഡി ഗാനമാണ്. സകല മനുഷ്യർക്കും ന്യായീകരിക്കാൻ വരുന്ന പിണറായിസ്റ്റുകൾ അടക്കമുള്ള സകല മനുഷ്യർക്കും അറിയാം, ശബരിമല ശാസ്താവിൻ്റെ സ്വർണം കട്ടത് സഖാക്കന്മാരുടെ നേതൃത്വത്തിലാണ്. ഇനി ഇവർ അതിന് ബദലായിട്ട് സോണിയാഗാന്ധിയോടൊപ്പമുള്ള പടമില്ലേ? ഉണ്ട്. അതിനെന്താ നടപടി? നിങ്ങൾ നടപടി സ്വീകരിച്ചോ. സോണിയാഗാന്ധിക്ക് അക്കാര്യത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ആക്ഷേപം ഉന്നയിച്ചാൽ പോരാ. ആഭ്യന്തര വകുപ്പ്, വിജിലൻസ്, ഇന്റലിജൻസ്, സകലമാന കാര്യങ്ങളും കയ്യിലുള്ള പിണറായി വിജയന്റെ പാർട്ടിയുടെ നേതാക്കന്മാർ ആക്ഷേപം ഉന്നയിച്ചാൽ പോരാ, നടപടി സ്വീകരിക്കണം. ഈ രാജ്യം ഭരിക്കുന്ന സർക്കാർ, നരേന്ദ്രമോദിയുടെ സർക്കാർ, സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന്റെ, ഇന്ത്യ മുന്നണിയുടെ കൊല്ലാവുന്ന എല്ലാ നേതാക്കന്മാരെയും വേട്ടയാടുന്ന ഒരു കാര്യമാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ആ സമയത്ത്
സോണിയാഗാന്ധിക്കെതിരെയുള്ള പരാതി ഇവർക്ക് കേന്ദ്രത്തിനും കൊടുക്കാമല്ലോ. കേന്ദ്രവും കേരളവും കൂടി അങ്ങ് വേട്ടയാടിക്കോട്ടെ, അവർ ചോദിക്കട്ടെ. അപ്പോൾ ഞങ്ങൾക്കൊരു ചോദ്യമുണ്ട്. പിണറായി വിജയനോടൊപ്പമുള്ള പടം വന്നിട്ടുണ്ട്, കടകംപള്ളി സുരേന്ദ്രനോടൊപ്പമുള്ള പടം വന്നിട്ടുണ്ട്, അതുപോലെ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയോടൊപ്പമുള്ള പടം വന്നിട്ടുണ്ട്, പലരോടൊപ്പമുള്ള പടമുണ്ട്. സോണിയാഗാന്ധി അല്ല കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിന്റെ ദേവസ്വം വകുപ്പിന്റെ മന്ത്രി. സോണിയാഗാന്ധി അല്ല കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലെ അധികാര കേന്ദ്രം പിണറായി വിജയനാണ്. കേരളത്തിലെ മറ്റേ ദേവസ്വം വകുപ്പ് ഭരിക്കുന്നത് CPM ആണ്. അതുകൊണ്ട് ഇനിയും ഇവർ പറയാണ് സോണിയാഗാന്ധിക്ക് അതിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ഇവർ പറയണം 10 വർഷക്കാലമായിട്ട് ഇവരുടെ സർക്കാരിൽ ഇൻഫ്ലുവൻസ് ചെലുത്താൻ പാകത്തിൽ ശക്തയായ നേതാവാണ് സോണിയാഗാന്ധി എന്ന് ഇവർ സമ്മതിക്കണം. അല്ലെങ്കിൽ ഇവർ പറയുന്ന കള്ളമാണെന്ന് പറയും. ഇനി BJP-ക്കാരും സമാനമായ ആരോപണം ഉന്നയിച്ചു. ക്ലിഫ് ഹൗസിലേക്ക് പോറ്റിയെ കയറ്റി സ്വർണം കട്ട പിണറായി വിജയന്റെ പാർട്ടിക്കെതിരെ ഒരു മുദ്രാവാക്യം വിളിക്കാതെ സോണിയാഗാന്ധിയിൽ ആരോപണം ഉന്നയിച്ച് പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ BJP-ക്കാരുണ്ട് ഈ നാട്ടിൽ. പക്ഷേ അവര് ക്ലിഫ് ഹൗസിലേക്ക് പിണറായി വിജയനെതിരെ ഒരു മുദ്രാവാക്യം വിളിച്ച് മാർച്ച് നടത്തിയില്ല. അതുമാത്രമല്ല, BJP-യുടെ സദാനന്ദ ഗൗഡയും അശ്വന്ത് നാരായണനും അടക്കമുള്ള കർണാടകയിലെ മുൻ നേതാക്കന്മാരും മുൻ കേന്ദ്രമന്ത്രിയും സംസ്ഥാന ഉപമുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ പടം വന്നു. അപ്പോൾ അവരും നിർത്തി. പക്ഷേ ഈ പോറ്റിയെ കയറ്റിയ എന്നുള്ള പാട്ട് അന്നും ഇന്നും എന്നും പാടാനായിട്ട് ഉറപ്പുള്ളത് കോൺഗ്രസിനും UDF-നുമാണ്. ഇനി കൊടിമരമായി സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചല്ലോ, ഒരുപാട് ആക്ഷേപം ഉന്നയിച്ചല്ലോ. ഹൈക്കോടതി ക്ലീൻ ചീറ്റ് നൽകിയെന്ന് മാത്രമല്ല, ഹൈക്കോടതിയുടെ അഭിഭാഷക കമ്മീഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ഹൈക്കോടതി റിപ്പോർട്ടുകൾ അംഗീകരിച്ച ഒരു കാര്യമാണ്. ഇവർ ആരോപണം ഉന്നയിച്ചോട്ടെ, പക്ഷെ സകല സഖാക്കന്മാർക്കും പ്രജ്ഞ നഷ്ടപ്പെടാത്ത, സാമാന്യബോധം നഷ്ടപ്പെടാത്ത സകല സഖാക്കന്മാർക്കും അറിയാം ശബരിമല ശാസ്താവിന്റെ സ്വർണം കട്ടത് ഇവരാണ്. ഇനി അതും കഴിഞ്ഞ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ട് അതിൽ നിന്നും കോടികൾ കട്ടില്ല സ്മൃതി. അതിൽ സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ടെന്ന് പറയോ? അതിൽ മറ്റാർക്കെങ്കിലും ബന്ധമുണ്ടെന്ന് പറയോ? കിടക്കയടക്കം അടിച്ചുകൊണ്ട് പോയില്ലേ? ഇപ്പോഴും അതിന്റെ കണക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ ഇവർക്ക് പറ്റിയിട്ടുണ്ടോ? ഇവരെവിടെ തുടങ്ങിയാലും കണക്കില്ലാത്ത കളവ് നടത്താൻ വേണ്ടി മാത്രമാണ് പിണറായി വിജയന്റെ പാർട്ടിയും ഈ സർക്കാരും ശ്രമിച്ചിട്ടുള്ളതെന്നുള്ള വ്യക്തമായ തെളിവുകളാണ് പുറത്തിരിക്കുന്നത്. ശരി. Debate with Smriti Parithikar.